നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പോട്ട ബാങ്ക് കവർച്ചാ കേസിലെ പ്രതി റിജോ ആന്റണിയെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ചാലക്കുടി മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ചാവക്കാട് ബീച്ച് പരിസരത്തുണ്ടായ തീപിടുത്തത്തിൽ 4 വഞ്ചികൾ കത്തിനശിച്ചു. ബീച്ചിന് സമീപമുള്ള പറമ്പിലുണ്ടായ തീപിടുത്തത്തിലാണ് 4 വഞ്ചികളും വലകളും കത്തിനശിച്ചത്. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയുടെ ചികിത്സാ ദൌത്യം നാളെ തുടങ്ങും. ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയ അതിരപ്പള്ളിയിലെത്തി നടപടിക്രമങ്ങൾ വിലയിരുത്തി. മട്ടത്തൂർ ചൊക്കന എസ്റ്റേറ്റിൽ പാടികൾക്ക് സമീപം കാട്ടാന ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. 2 പാടികളിലേക്കുള്ള സർവീസ് വയറുകളും ആന നശിപ്പിച്ചു. മാമാങ്ക ലഹരിയിൽ മച്ചാട്, വിവിധ ദേശങ്ങളിലെ കുതിരവരവ് ആവേശമായി. തദ്ദേശ ദിനാഘോഷത്തിന് ഗുരുവായൂരിൽ തുടക്കമായി. തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന ലൈസൻസ് ചട്ടങ്ങളിൽ സമഗ്രമായ ഭേദഗതി വരുത്തുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. റോഡ് പുനർനിർമ്മാണത്തെ തുടർന്ന് ഗതാഗതക്കുരുക്കിൽ തൃശൂർ കുന്നംകുളം റോഡ്. ഒരേ സമയം പൂങ്കുന്നത്തും കേച്ചേരിയിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പെരുമ്പിലാവ് KR ബാറിലെ സംഘർഷത്തിൽ യുവാവിന്റെ തലയോട്ടി അടിച്ചു തകർത്ത സംഭവത്തിൽ അറസ്റ്റിലായ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി. പാലക്കാട് ചേരമംഗലം സ്വദേശി ജയൻ, തിരുവനന്തപുരം പരപ്പംകുന്ന് സ്വദേശി സുജിത്ത്, പാലക്കാട് സ്വദേശി ഷിജുകുമാർ എന്നിവരെയാണ് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും വർധനവ്. ഇന്നലെ 400 രൂപ വർദ്ധിച്ച് സ്വർണ്ണവില ഇന്ന് 240 രൂപയാണ് ഉയർന്നത്. 63,760 രൂപയാണ് 1 പവൻ സ്വർണത്തിന്റെ വില. ഗതാഗത തിരക്കേറിയ തൃശൂർ കാഞ്ഞാണി റോഡിൽ ഒളരി ESI ആശുപത്രിക്ക് മുന്നിൽ സീബ്ര വരകൾ പുതുക്കി വരച്ചു. സീബ്ര വരകൾ മാഞ്ഞതിനെ തുടർന്ന് അപകടങ്ങൾ പതിവാകുന്നതായി TCV വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന 10ാമത് സീനിയർ വനിതകളുടെ കേരള സ്റ്റേറ്റ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ പത്തനംതിട്ട ജില്ല ചാമ്പ്യന്മാരായി. സമാപന സമ്മേളനം ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് സാംബശിവൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം പ്രാക്ടീസ് ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ നിർവഹിച്ചു. MLA AC മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വനിതകൾക്ക് മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പ്രതീക്ഷ ഓർഗൻ റെസിപ്പിയന്റ് ഫാമിലി അസോസിയേഷൻ പോർഫ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിന് മുമ്പിൽ പ്രതീകാത്മക ഡയാലിസിസ് സംഘടിപ്പിച്ചു. പ്രതീകാത്മക ഡയാലിസിസ് പോർഫ ജില്ലാ സെക്രട്ടറി സുരേഷ് വെങ്കിടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചു. ധർണ ജില്ലാ UDF ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ വിജ്ഞാന കേരളം ജോബ് സ്റ്റേഷന്റെ ഉദ്ഘാടനം UR പ്രദീപ് MLA നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. അഴീക്കോട് മുനക്കൽ ബീച്ചിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. 25,000-ഓളം രൂപയും സാധനങ്ങളും കവർന്നു. മുനക്കൽ ബീച്ചിനകത്ത് വ്യാപാരം നടത്തുന്ന 7 കടകളിലാണ് മോഷണം നടന്നത്. കൊടുങ്ങല്ലൂർ മേത്തല പ്രതീക്ഷ ജീവകാരുണ്യ സംഘത്തിന്റെ 9ാം വാർഷികാഘോഷവും ഡയാലിസിസ് കിറ്റ് വിതരണവും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. ദേശീയ മാനവിക വേദിയും ചാവക്കാട് ഗരാനയും സംഘടിപ്പിക്കുന്ന ചാറിയാർ സംഗീതയാത്രയുടെ ഭാഗമായുള്ള പുസ്തക പ്രദർശനം നടന്നു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. എറിയാട് GLP SKVH സ്കൂളിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഉപജില്ലാ PTA നേതൃസംഗമം സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം അബ്ദുൽ കരീം ഹാജിയുടെ 27ാമത് ഉറൂസ് മുബാറക്കിന് തുടക്കമായി. അബൂബക്കർ സഹദി കക്കടിപ്പുറം കൊടി ഉയർത്തി. SFI സെന്റ് അലോഷ്യസ് യൂണിറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോളേജിൽ രക്തദാന ക്യാമ്പ് നടത്തി. SFI തൃശൂർ ഏരിയ സെക്രട്ടറി ആഷിഖ് മജീദ് ഉദ്ഘാടനം നിർവഹിച്ചു.
മാളിയേക്കൽ മടത്തുംപടി കുടുംബത്തിന്റെ കുടുംബസംഗമം നടന്നു. ഇരവിമംഗലം സെന്റ് മേരീസ് പള്ളിയിൽ നടന്ന വാർഷിക പൊതുയോഗം ഫാദർ അരുൺ മടത്തുംപടി ഉദ്ഘാടനം ചെയ്തു. പാറളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സ്വാന്തന പരിചരണം ലഭിക്കുന്ന 50 പേർക്കായി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മുമ്പിൽ പ്രതീകാത്മക അടുപ്പുകൂട്ടി സമരം സംഘടിപ്പിച്ചു. പ്രതിഷേധ സമരം INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. കേരള ബാങ്ക് ലോൺ ആൻഡ് ഡെപ്പോസിറ്റ് കളക്ഷൻ ഏജന്റ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ബാങ്ക് തൃശൂർ റീജിയണൽ ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. CITU കേന്ദ്ര കമ്മിറ്റി അംഗം PK ഷാജൻ ധർണ ഉദ്ഘാടനം ചെയ്തു. തിരുവില്ലാമല സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും ജപ്തി നടപടികൾക്കായി വീട്ടിലെത്തിയ ഉദ്യോഗസ്ഥന് മർദ്ദനം. ബാങ്ക് ജീവനക്കാരനായ മധുലാലിനാണ് മർദ്ദനമേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് പാമ്പാടി കുരക്കുഴി വീട്ടിൽ ദിലീപിനെതിരെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് പോലീസ് കേസെടുത്തു. ആധാരമെഴുത്ത് അസോസിയേഷൻ തൃശൂർ ജില്ലാ കൺവെൻഷൻ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ അക്കാദമിയിൽ നടന്ന സമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PP പ്രകാശ് കുമാർ അധ്യക്ഷത വഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ വ്യാഴാഴ്ച തൃശൂരിൽ മധ്യമേഖലാ ബസ് ഉടമകളുടെ പ്രകടനവും പ്രതിഷേധ സംഗമവും സംഘടിപ്പിക്കും. പ്രതിഷേധ സംഗമം P ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെൻഷൻകാരോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വ്യാഴാഴ്ച കളക്ടറേറ്റ് മാർച്ച് നടത്തും. സെറ്റോ മുൻ സംസ്ഥാന ചെയർമാൻ NK ബെന്നി ധർണ ഉദ്ഘാടനം ചെയ്യും. കടൽ മണൽ ഖനനത്തിനെതിരെ വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കടൽ സംരക്ഷണ യാത്രയും പ്രക്ഷോഭ സംഗമവും സംഘടിപ്പിക്കും. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പ്രക്ഷോഭ സംഗമം ഉദ്ഘാടനം ചെയ്യും. വടക്കാഞ്ചേരി ഹെവൻസ് പ്രീ സ്കൂളിന്റെ 1ാം വാർഷികാഘോഷം നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ചെയർമാൻ PM അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ ബേക്കേഴ്സ് ഫെഡറേഷൻ നാഷണൽ കോൺഫറൻസ് പുഴയ്ക്കൽ കൺവെൻഷൻ സെന്ററിൽ നാളെ നടക്കും. TS കല്യാണരാമൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നെല്ലായി വയലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് വ്യാഴാഴ്ച കൊടിയേറും. 26-ന് പെരുവനം സതീഷിന്റെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം, 5 ആനകളെ അണിനിരത്തിയുള്ള എഴുന്നള്ളിപ്പ്, 27-ന് ആറാട്ട് എന്നിവയുണ്ടാകും. VK മോഹനൻ കാർഷിക സംസ്കൃതിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ നടുവിലാൽ ജംഗ്ഷനിൽ കുംഭവിത്ത് മേള സംഘടിപ്പിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന കുംഭവിത്ത് മേളയുടെ ഉദ്ഘാടനം CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് നിർവഹിച്ചു. മേള നാളെ സമാപിക്കും. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ സെക്രട്ടറിയെ വിളിച്ചുവരുത്തി ഇടതുപക്ഷ കൌൺസിലർമാർ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നഗരസഭാ കൌൺസിലർ VM ജോണി നഗരസഭാ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ജില്ലാ നിർവാഹക സമിതി അംഗം PU സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൊടുങ്ങല്ലൂർ നഗരസഭാ ഓഫീസിന് മുൻപിൽ BJP പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് TS സജീവൻ ഉദ്ഘാടനം ചെയ്തു. ആനകൾ ഇടയുന്ന സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ആനയെഴുന്നള്ളിപ്പിനെതിരെ വ്യവഹാരം നടത്തുന്ന സംഘടനകളുടെയും വ്യക്തികളെയും കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ. സഹകരണ സംഘത്തിലെ അംഗങ്ങളുടെ പേരിൽ വ്യാജരേഖ ഉണ്ടാക്കി വായ്പാ തട്ടിപ്പ് നടത്തിയ കേസിൽ ജീവനക്കാരന്റെ ജാമ്യാപേക്ഷ തള്ളി. കുടിവിലശ്ശേരി സഹകരണ ബാങ്കിലെ ജൂനിയർ ക്ലർക്ക് വടമ ആത്തപ്പിള്ളി വീട്ടിൽ ഡോജോ ഡേവിസിന്റെ ജാമ്യാപേക്ഷയാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയത്. മണ്ണുത്തി ഫാം പടിക്കലിൽ ചരക്ക് ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.